പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തുതിക്കുന്നു. വീണ്ടും കർത്താവിൻ്റെ വചനവുമായി ലൈവിൽ വരുവാൻ ദൈവം ഒരിക്കൽ കൂടി അവസരങ്ങൾ തന്നു. എല്ലാവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. ലൈവ് കാണാൻ പോകുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ അത്ഭുതങ്ങളാലും നിത്യ സമാധാനത്താലും നിത്യ അത്ഭുതങ്ങളാലും ദൈവം നിങ്ങളെ ഓരോ നിമിഷവും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്. നമ്മളെല്ലാം അത്ഭുതങ്ങൾക്ക് വേണ്ടി, അത്ഭുതങ്ങൾ കാണുവാൻ, അല്ലെങ്കിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോലും ആഗ്രഹവും താല്പര്യവും ഉള്ള വ്യക്തിത്വങ്ങളാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ, ദൈവത്തിൻ്റെ മിറാക്കിൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുവാൻ നിരന്തരം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിരന്തരം ദൈവവുമായുള്ള കൂട്ടായ്മ വർദ്ധിപ്പിച്ചെടുക്കാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവിക അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ യേശു ചെയ്യാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. സാധാരണ നിലയിൽ പ്രകൃതിയിൽ അത്ഭുതങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ഈ ചെടികളും ദൈവമാക്കി വെച്ച് സൃഷ്ടിച്ചുണ്ടാക്കി നിർമ്മിച്ചു വെച്ചത് കാണുമ്പോൾ നമുക്ക് അത്ഭുതമാകുമാറ്, അല്ലെങ്കിൽ അത്ഭുതം തോന്നുമാറ് നമ്മുടെ കണ്ണുകൾക്ക് അത് ഇമ്പമേറിയതാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവം നോക്കുന്നത് ഇത് വെറും സാധാരണ അത്ഭുതങ്ങളാണ്. പ്രൈസ് ഗോഡ്. വിശുദ്ധ തിരുവെഴുത്ത് ആദ്യ ഭാഗങ്ങൾ പഠിച്ചു വരുമ്പോൾ, പ്രൈസ് ഗോഡ്, ശൂന്യമായി കിടന്ന, സ്തോത്രം, ഒന്നും ഇല്ലാതെ കിടന്ന, പാഴും ശൂന്യമായി കിടന്ന, ഭൂമി അല്ലാതായി കിടന്ന, പ്രൈസ് ഗോഡ്, ഭൂമി എന്ന് പറയുവാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടന്ന, ഹല്ലേലൂയ, ആ പാഴായി കിടന്ന അവസ്ഥയിൽ നിന്നും ദൈവം ഒരു സൃഷ്ടിപ്പ് നടത്തുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ ശൂന്യമായി തോന്നുന്ന വിഷയങ്ങൾ, നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ, സൗഖ്യമാകത്തില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി വീട്ടിലേക്ക് പറഞ്ഞു വിട്ട വിഷയങ്ങളെ, ഹല്ലേലൂയ, അത് നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് സൗഖ്യമായി, അത്ഭുതമായി മാറാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. പാഴും ശൂന്യമായി കിടന്ന, ഭൂമി എന്ന് പറയുവാൻ കഴിയാത്ത നിലവാരത്തിൽ കിടന്ന നാം ഇപ്പോൾ കാണുന്ന ഭൂമിയെ കണ്ണിനും, ഹല്ലേലൂയ, നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായി മനോഹരമാക്കി മാറ്റിയ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ദൈവം മനോഹരമാക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പലരും പറഞ്ഞു തീർന്നു പോയി, പലരും പറഞ്ഞു അവനിനി ഉയരത്തില്ല, പലരും പറഞ്ഞു ഇനി അവൻ കയറി വരാൻ സാധ്യതയില്ല, പലരും പറഞ്ഞു ഡോക്ടർമാർ വിധി എഴുതിയ തള്ളിയ കേസാണ്, ഇനി എത്ര ഡോക്ടർമാർ വന്ന് പരിശ്രമിച്ചാലും ആമേൻ സൗഖ്യമാകത്തില്ല, ആമേൻ അത്ഭുതങ്ങളിലേക്ക് കയറത്തില്ല എന്ന് പറഞ്ഞ വിഷയത്തെ എൻ്റെ കർത്താവ് ഒരിക്കൽ കൂടി സന്ദർശിച്ച് അതിനെ അത്ഭുതമാക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. നിർജീവമായി കിടന്ന, കുട്ടികൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ, കുട്ടികൾ ഇനി എൻ്റെ ഉദരത്തിൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയ സാറയുടെ ഉദരത്തിൽ നിന്നും ദൈവം ആമേൻ ഒരു തലമുറയെ കൊടുത്തു. പ്രൈസ് ഗോഡ്.
ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിധി എഴുതി മാറ്റിവെച്ചതിനെ, നിങ്ങൾ പ്രാർത്ഥിച്ചു മടുത്തതിനെ, ആമേൻ, മനുഷ്യരും ഹല്ലേലൂയ ഒരുപോലെ പറഞ്ഞ് അവനിനി നന്നാകത്തില്ല, ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തെ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി സന്ദർശിച്ച് അത് അത്ഭുതമാക്കാൻ പോവുകയാണ്. അപ്പം സാധാരണ നിലയിലുള്ള ഒരു അത്ഭുതമാണ്. ഈ ഭൂമിയെ സാധാരണ നിലയിലേക്ക്, സാധാരണ നിലവാരത്തിലേക്ക് ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ഇത് ഭയങ്കര അത്ഭുതമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്നാം ദിവസം ദൈവം അത്ഭുതം ചെയ്യുന്നു, രണ്ടാം ദിവസം ദൈവം അത്ഭുതം ചെയ്യുന്നു. വിവിധ തരം പക്ഷികളെയും കാട്ടുമൃഗങ്ങളെയും മത്സ്യങ്ങളെയും വെളിച്ചങ്ങളെയും ഇരുളിനെയും തമ്മിൽ വേർതിരിച്ചു ഭയങ്കര അത്ഭുതത്തെ ശൂന്യമായി കിടന്ന, നിർജീവമായി കിടന്ന, അല്ലെങ്കിൽ പാഴ്ശൂന്യമായി കിടന്നതിനെ ദൈവം അത്ഭുതമാക്കി മാറ്റി. പ്രൈസ് ഗോഡ്. ഏഴാം ദിവസം ദൈവം ഒരു മഹാ അത്ഭുതം ചെയ്യുകയാണ്. നിലത്തെ പൊടിമണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, ഒരു പ്രതിമയുണ്ടാക്കി, ഹല്ലേലൂയ, ഒരു ബോഡി ഉണ്ടാക്കി. പ്രൈസ് ഗോഡ്. ഒരു മഹാ അത്ഭുതം നടക്കുകയാണ്. അവൻ്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതി. പ്രൈസ് ഗോഡ്. അവൻ ജീവനുള്ള ദേഹിയായി മാറി, ജീവനുള്ള ശരീരമായി മാറി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അനങ്ങത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തെ, നിർജീവമായി കിടന്ന വിഷയത്തെ, ചലിക്കാതെ കിടന്ന വിഷയത്തെ ദൈവം അവൻ്റെ മൂക്കിൽ ഊതി ജീവനാക്കി മാറ്റി. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ വീട്ടിൽ ദൈവം ജീവിപ്പിക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പോവുകയാണ്, കാതുകൊണ്ട് കേൾക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളത് അനുഭവിക്കാൻ പോവുകയാണ്. സ്തോത്രം. നിർജീവമായി കിടക്കുന്ന, ചലിക്കാതെ കിടക്കുന്ന, ആമേൻ, ഉയരത്തില്ലെന്ന് പറഞ്ഞ, ജനിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തെ എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതമായി മാറ്റാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു സാധാരണ അത്ഭുതമാണ്. ദൈവം ചെയ്തതല്ല സാധാരണ അത്ഭുതമാണ്. പക്ഷെ മനുഷ്യൻ അത്ഭുതങ്ങളിൽ ചെയ്യാൻ പോവുകയാണ്, അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഒരു സാധാരണ പ്രവാചകൻ, ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകൻ, പ്രൈസ് ഗോഡ്, ദൈവം അഭിഷേകം ചെയ്ത പ്രവാചകൻ, ദൈവം സൃഷ്ടിച്ച് നിർമ്മിച്ച സൂര്യനെയും ചന്ദ്രനെയും, ഹല്ലേലൂയ, ചലിപ്പിക്കാതെ നിർത്തി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവാചകൻ അത്ഭുതങ്ങളെ പുനഃസൃഷ്ടിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഭൂമി കറങ്ങുന്നുണ്ട്, ഭൂമിയെ പല ഗ്രഹങ്ങളും വലയം വെക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പ്രവാചകൻ സൃഷ്ടിച്ചാക്കിയ ഭൂമിയുടെ പരപ്പിലിരുന്നു കൊണ്ട് അവൻ സൂര്യനെയും ചന്ദ്രനെയും നിലച്ചു. പ്രൈസ് ഗോഡ്. അവിടെ നിൽക്കാൻ കൽപ്പിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ അധരങ്ങൾ അത്ഭുതമായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതങ്ങൾ അത്ഭുതമായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷകൾ അത്ഭുതമായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ തലമുറകൾ അത്ഭുതമായി മാറാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. ചലിക്കാതെ കിടന്ന ആമേൻ ബോഡിയെ ജീവശ്വാസമൂതി ചലിപ്പിച്ചു. ആമേൻ, ഹല്ലേലൂയ. തലമുറകൾ ജനിച്ചു വളർന്ന് തലമുറകൾ പെരുകി എന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ ആമേൻ ചലിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരുന്ന, വലയം വെച്ചുകൊണ്ടിരുന്ന ഗ്രഹത്തെ പിടിച്ചു നിർത്തി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ചില അത്ഭുതങ്ങൾ നിന്റെ അധരം കൊണ്ട് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. നിന്റെ അധരത്തിലൂടെ ചില അത്ഭുതങ്ങളെ നീ കാണാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിന്റെ അധരത്തിലൂടെ ചില അത്ഭുതങ്ങളെ ദൈവം സൃഷ്ടിച്ചാക്കാൻ പോവുകയാണ്. ആമേൻ. ഭൂമിയിൽ ദൈവം നിർമ്മിച്ചാക്കിയ പ്രവാചകൻ, ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകൻ, ദൈവത്തിൻ്റെ വിളികേട്ട പ്രവാചകൻ സൂര്യനെയും ചന്ദ്രനെയും നിർത്തി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ അസാധാരണമായ അത്ഭുതങ്ങൾ മറഞ്ഞു കിടക്കുകയാണ്. ഈ അത്ഭുതങ്ങളെ നമുക്ക് ഉളവാക്കാൻ സാധിക്കും, നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ഒരു ദൈവദാസൻ, ദൈവത്താൽ തിരഞ്ഞെടുത്തപ്പെട്ട ഒരു ദൈവദാസൻ ഒരു മല മേടിക്കുകയാണ്, ഒരു കുന്ന് മേടിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് യാക്കോബ് എന്നാണ്. പ്രൈസ് ഗോഡ്. ഈ കുന്നിൻ്റെ മുകളിൽ വിളവൊന്നെടുക്കാൻ സാധ്യതയില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ഈ ദൈവമനുഷ്യൻ ആ കല്ലുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ കുന്നുകളെ വെട്ടി നിരത്തി കൃഷിക്ക് ഭാഗമാക്കി,
കൃഷിക്ക് മേത്തരമാക്കി മാറ്റിയിട്ട് ജാതികൾ നോക്കി നിൽക്കുമ്പോൾ, മനുഷ്യൻ നോക്കി നിൽക്കുമ്പോൾ, വിമർശിച്ചവർ നോക്കി നിൽക്കുമ്പോൾ, പരിഹസിച്ചവർ നോക്കി നിൽക്കുമ്പോൾ, അങ്ങോട്ട് പോകേണ്ട എന്ന് പറഞ്ഞ് തടസ്സം ചെയ്തവർ നോക്കി നിൽക്കുമ്പോൾ, അതാ അവിടെ 100 മേനി തൻ്റെ മകൻ അവിടെ ഫലം കൊയ്യുകയാണ്. പ്രൈസ് ഗോഡ്. നിങ്ങൾ ശൂന്യതയെ കണ്ട് ഭയപ്പെടേണ്ട, ശൂന്യതയെ കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ആ ശൂന്യത നിറഞ്ഞ സ്ഥലത്ത്, ആ ഇല്ലായ്മകൾ നിറഞ്ഞ സ്ഥലത്ത്, ആ ജലമില്ലാതെ ഉണങ്ങി വരേണ്ട സ്ഥലത്ത് നിങ്ങൾ 100 മേനി കൊയ്യാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ആരുടെയൊക്കെയോ പരിശുദ്ധാത്മാവ് ഈ സന്ധിയിൽ ഒരു പ്രൊഫറ്റിക്കൽ തലം, പ്രൊഫറ്റിക്കൽ വേടിടുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കണ്ണുകൊണ്ട് നോക്കുമ്പോൾ സാധ്യതകളൊന്നുമില്ല. കണ്ണുകൾ നോക്കുമ്പോൾ മുഴുവനും മുള്ളുകളും കല്ലുകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. സ്തോത്രം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സാധ്യതയും, വിളവെടുപ്പിന് ഒരു സാധ്യതയില്ല. പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ദൈവത്തിൻ്റെ പ്രവാചകൻ, പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ ഇമ്പസ്വരം കേട്ട ദൈവത്തിൻ്റെ മകൻ, ഹല്ലേലൂയ, ആ കുന്നുകൾ നിരത്തി വിളവെടുപ്പിന് വേണ്ടി ഒരുക്കിയപ്പോൾ തൻ്റെ കൈവശം ദൈവം കൈമാറിയത് 100 മേനയാണ്. സാധ്യതകളില്ലാത്തടത്ത് ദൈവം ചില വിത്തുകളെ, ചില ഫലങ്ങളെ പരിശുദ്ധാത്മാവ് ഓപ്പണാക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പ്രവാചകൻ, സ്തോത്രം, ദൈവശബ്ദം കേട്ട പ്രവാചകൻ. ഹല്ലേലൂയ. ദൈവിക അത്ഭുതങ്ങളെ സൃഷ്ടിച്ചാക്കുവാൻ, ദൈവിക അത്ഭുതങ്ങളെ നമ്മിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ ദൈവം നമ്മിൽ കൂടി ആഗ്രഹിക്കുകയാണ്. അത് ദിവസങ്ങളിൽ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, അത്ഭുതങ്ങളെ പുറപ്പെടുവിക്കുക, അത്ഭുതങ്ങളെ കൽപ്പിക്കുക, അത്ഭുതങ്ങളെ പറഞ്ഞ് പ്രഖ്യാപിക്കുക, അത്ഭുതങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു, കൽപ്പിക്കുക. അത് അവിടെ ഉളവായി വരും. പ്രൈസ് ഗോഡ്. ആമേൻ. പുതിയ നിയമത്തിന്റെ അകത്തൊരു മഹാ അത്ഭുതം നടന്നു. അത്ഭുതം. ഒരു അപ്പന് 2 പുത്രന്മാരുണ്ട്. മകൻ അപ്പന്റെ കയ്യിൽ നിന്ന് സ്വത്ത് വാങ്ങി പാപം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ അപ്പന്റെ കുടുംബം വിട്ട് സ്തോത്രം പുറത്തുപോയി. ഒരു മഹാ അത്ഭുതം നടന്നത്, അപ്പനെ തേടി മടങ്ങി വന്ന മകൻ ഒരു മഹാ അത്ഭുതമാണ്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ഈ ലോകത്തിലെ സർവസ്വത്തുക്കളും ഒരു മനുഷ്യൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? പ്രൈസ് ഗോഡ്. അപ്പൻ്റെ കയ്യിൽ നിന്ന് സ്വത്തും മേടിച്ചുകൊണ്ട്, പണവും മേടിച്ചുകൊണ്ട് അവൻ്റെ ലോകത്തിലേക്ക് അവൻ പോയപ്പോൾ, സ്തോത്രം ചെയ്യുന്നു, അപ്പൻ ദുഃഖിച്ചു കാണും, അപ്പൻ കരഞ്ഞു കാണും, അപ്പൻ പ്രാർത്ഥിച്ചു കാണും, അപ്പൻ കാത്തിരുന്ന് കാണും. പ്രൈസ് ഗോഡ്. അതെല്ലാം വിശുദ്ധ തിരുവെഴുത്തിന്റെ അകത്തുണ്ട്. അപ്പൻ പ്രാർത്ഥിച്ചായിരുന്നു, അപ്പൻ കാത്തിരുന്നായിരുന്നു. പ്രൈസ് ഗോഡ്. അപ്പൻ അവന് വേണ്ടി മോതിരം മേടിച്ചു വെച്ചായിരുന്നു, അപ്പൻ അവന് വേണ്ടി നല്ല ഉടുപ്പ് വാങ്ങി വെച്ചായിരുന്നു. പക്ഷേ അവൻ്റെ ആത്മാവ് നഷ്ടമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും, അവൻ്റെ ആത്മാവ് പാപത്തിൻ്റെ പടുകുഴിയിൽ അകന്നു മാറിക്കൊണ്ടിരിക്കുമ്പോഴും, പ്രൈസ് ഗോഡ്, അപ്പൻ്റെ വിലയേറിയ കാത്തിരിപ്പ്, അപ്പൻ്റെ വിലയേറിയ പ്രാർത്ഥന അവൻ്റെ ആത്മീയ അന്തരത്തെ തൊട്ടു. പ്രൈസ് ഗോഡ്. അവൻ മടങ്ങി വരികയാണ്. ഒരു മഹാ അത്ഭുതമാണ്. ഇന്ന് രാത്രിയിൽ ചില മടങ്ങി വരവിൻ്റെ രാത്രിയായി മാറട്ടെ. ദൈവത്തിൽ നിന്നും അകന്നു പോയെങ്കിൽ, പ്രൈസ് ഗോഡ്, ദൈവിക അത്ഭുതങ്ങളിൽ നിന്ന് നീ അകന്നു പോയെങ്കിൽ, ദൈവിക ശുശ്രൂഷയിൽ നിന്ന് നീ അകന്നു പോയെങ്കിൽ, ദൈവിക ദർശനത്തിൽ നിന്ന് നീ അകന്നു പോയെങ്കിൽ, ദൈവിക കൂട്ടായ്മയിൽ നിന്ന് നീ അകന്നു പോയെങ്കിൽ, ദൈവസഭയിൽ നിന്നും ദൈവദാസന്മാരിൽ നിന്ന് നീ അകന്നു പോയെങ്കിൽ, ഒരു പ്രാവശ്യം കൂടി കർത്താവ് ഒരു അവസരം തരികയാണ്, ഒരു മടങ്ങി വരവിന് വേണ്ടി. അത് നിന്റെ മഹാ അത്ഭുതമായിരിക്കും. പ്രൈസ് ഗോഡ്. നീ കണ്ണുകൊണ്ട് ഇതുവരെയും കാണാത്തതും നിന്റെ ശരീരം കൊണ്ടും നീ അനുഭവിക്കാത്തതുമായ ഒരു മഹാ അത്ഭുതമായിരിക്കും. രാജാതിരാജാവായി പിറന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് നിന്റെ മടങ്ങി വരവ്. പ്രൈസ് ഗോഡ്. ഈ മകൻ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നപ്പോൾ ശ്രേഷ്ഠകരമായ ഈ വിഭവങ്ങൾ അവൻ്റെ വീട്ടിൽ ദൈവം ഒരുക്കി, അപ്പൻ ഒരുക്കി. അവന് പുതിയ ഉടുപ്പണിയിച്ചു.
പ്രൈസ് ഗോഡ്. ആമേൻ. അവന്റെ കൈവിരലുകളിൽ ആമേൻ രാജകീയ മോതിരമിട്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. കൂടെ ഇരുന്ന ആമേൻ ആമേൻ കൂടപ്പറപ്പ് പിറുപിറുത്താലും ഒരു മടങ്ങി വരവിന് വേണ്ടിയാണോ താങ്കൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് ഇങ്ങനെ പോയാൽ ജീവിതം എനിക്ക് മുൻപോട്ട് പോകത്തില്ലെന്ന് വ്യാകുലതയോടെ ഇരിക്കുകയാണെങ്കിൽ ഒരു മഹാ അത്ഭുതം നിന്റെ ലൈഫിൽ സംഭവിക്കട്ടെ. നീ ഒരു മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുക. മടങ്ങി വരവിന് വേണ്ടി സ്തോത്രം, നിന്റെ മനസ്സിനെ ഒന്ന് തിരിക്കുക. ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. പ്രൈസ് ഗോഡ്. ഒരു മഹാ അത്ഭുതമാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ തെളിവ് ലോകത്തിൽ നൽകുന്നത് അത്ഭുതങ്ങളായിട്ടാണ്. പ്രൈസ് ഗോഡ്. ദൈവമുണ്ടെന്നും ദൈവിക സാന്നിധ്യമുണ്ടെന്നും ദൈവിക മഹത്വമുണ്ടെന്നും ദൈവിക ശുശ്രൂഷയുണ്ടെന്നും ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നതാണെന്നും അറിയിക്കേണ്ടത് അത്ഭുതങ്ങളിലൂടെയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു സാധാരണ ജീവിതം നയിച്ചാൽ ഒരിക്കലും ദൈവിക അത്ഭുതത്തെ നമുക്ക് കാണാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ഡെയിലി ജോലിക്ക് പോകുന്നു, ആഴ്ച ശമ്പളം മേടിക്കുന്നു, സാധനം മേടിക്കുന്നു, ഫുഡ് മേടിച്ചു കഴിക്കുന്നു, സാധാരണ ബന്ധം പുലർത്തുന്നു, തുടർമാനമായിട്ട് അത് തന്നെ ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ മരണപ്പെട്ടു പോകുന്നു. പ്രൈസ് ഗോഡ്. ഇതിൻ്റെ ഇടയിൽ ദൈവിക അത്ഭുതങ്ങളെ കാണുവാൻ, ദൈവിക അത്ഭുതങ്ങളെ നമ്മിൽ നിന്നും ഉളവാക്കുവാൻ ശ്രമിക്കണം. ദൈവമുണ്ടെന്നും ദൈവമഹത്വമുണ്ടെന്നും തെളിയിക്കുന്നത് ദൈവിക അത്ഭുതങ്ങളിലൂടെയാണ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ആ അത്ഭുതം നമ്മിൽ നിന്നും തന്നെ പുറത്തു വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഓരോ കാലഘട്ടത്തിലും ഓരോ ദൈവമക്കളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്, പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചത്, രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചത്, ന്യായാധിപതിമാരെ ദൈവം എഴുന്നേൽപ്പിച്ചത്, സ്തോത്രം, പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചത്, ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്ന, ദൈവമഹത്വത്തിൽ നിൽക്കുന്ന അത്ഭുതങ്ങളെ നാം പാർക്കുന്ന ഈ ഭൂമിയിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ഗോഡ്. പ്രിയരെ, ജനം അത്ഭുതങ്ങളുടെ പുറകെയാണ്. ഏതെങ്കിലും മാജിക് ജാലകങ്ങൾ കാണിക്കുമ്പോൾ ജനം അതിനെ അങ്ങ് വിശ്വസിക്കുകയാണ്. എന്നാൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവദാസനെ, ദൈവിക മഹത്വവും ദൈവിക സാന്നിധ്യത്തോടും കൂടി ഒരു അത്ഭുതം നമ്മിൽ നിന്ന് കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, മനുഷ്യപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ സൃഷ്ടികൾ കാത്തിരിക്കുകയാണ്. പുത്രന്മാർ എന്ന് പറയുന്നത് നമ്മെ ഓരോരുത്തരെയുമാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ, ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നമ്മൾ, ദൈവത്തിൻ്റെ പുത്രിമാരാണ് നമ്മൾ. നമ്മുടെ ദൈവ സാന്നിധ്യത്തിൻ്റെയും നമ്മുടെ അഭിഷേകത്തിൻ്റെയും നമ്മുടെ ദൈവത്തിൻ്റെയും അത്ഭുതങ്ങളെ കാണുവാൻ ഭാഗത്തിന് ഭൂമിയിലുള്ള സകല സൃഷ്ടികളും ആമേൻ ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഒരു സാധാരണ ലൈഫ്, ഒരു സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് പോയാൽ ഈ അത്ഭുതങ്ങളെ നമുക്ക് ഈ സൃഷ്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയത്തില്ല. എന്നാൽ ഈ സൃഷ്ടികളെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഒരാത്മീയ വെളിപ്പാടും കൂടെ പറയട്ടെ, പുത്രന്മാരും പുത്രിമാരും എന്ന വെളിപ്പാടിലേക്ക് നാം ആമേൻ കയറി വരണം. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഞാൻ കൃമിയാണ്, ഞാൻ കഴുതയാണ്, ഞാൻ പുഴുവാണ്, ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന നിലപാടല്ല. ഞാൻ അങ്ങയുടെ മകനാണെന്നും ഞാൻ അങ്ങയുടെ മകളാണെന്നും വെളിപ്പാടിൻ്റെ അകത്ത്, ക്രിസ്തുവിൻ്റെ വെളിപ്പാടിൻ്റെ അകത്ത് ഒരു മനുഷ്യനിലേക്ക് അഭിഷേകത്തിൻ്റെ നിറവ് അല്ലെങ്കിൽ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുമെങ്കിൽ മാത്രമേ ഈ അത്ഭുതത്തെ നമുക്ക് ദൈവമഹത്വത്തിൻ്റെ കീഴിൽ, ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ഈ ഭൂമിയിൽ സൃഷ്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അത് നമ്മൾ കാണിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ അത് കാണിക്കണം. സൃഷ്ടികൾ കാത്തിരിക്കുകയാണ്. നാം പാർക്കുന്ന വീട്ടിൽ,
നാം പാർക്കുന്ന ദേശത്ത്, നാം പാർക്കുന്ന സഭയിൽ ഓരോ ദൈവ കുഞ്ഞുങ്ങളും നമ്മുടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മിൽ നിന്നും എന്താണോ അത്ഭുതമായി വീഴാൻ ആഗ്രഹിക്കുന്നത്, അത്ഭുതമായി എന്താണോ നമ്മിൽ കൂടി ജനം ആഗ്രഹിക്കുന്നത്, അത് ദൈവമഹത്വത്തോടു കൂടി, ദൈവ സാന്നിധ്യത്തോടു കൂടി നമ്മളത് വെളിപ്പെടുത്തണം. പ്രൈസ് ഗോഡ്. വെളിപ്പെടുത്തണം. ദൈവത്തിൻ്റെ നിത്യപുത്രനായ യേശുക്രിസ്തു ഒരു മഹാ അത്ഭുതമായി മാറി. പ്രൈസ് ഗോഡ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പ്രൈസ് ഗോഡ്. വെറും അക്ഷരങ്ങളായി മാറിയ ദൈവത്തിൻ്റെ വചനം, വിവിധ ഇടങ്ങളിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് സ്വർഗീയ മഹിമയ്ക്കകത്ത്, ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത്, സ്തോത്രം, യോഹന്നാന് കിട്ടിയ വെളിപ്പാട്, യോഹന്നാന് കിട്ടിയ വെളിപ്പാട്, ദൈവത്തിൻ്റെ വചനം ജഡമായി തീർന്നിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. പ്രൈസ് ഗോഡ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ പാർത്തു. പ്രൈസ് ഗോഡ്. 10 പേരിരിക്കുന്നവരുടെ കൂട്ടത്തിൽ വേറൊരു വ്യക്തി ഇടയിൽ വന്ന് പാർത്തു എന്ന് പറഞ്ഞതുപോലെ യോഹന്നാന് കിട്ടിയൊരു ആത്മീയ വെളിപ്പാടാണ്. കൃപയും സത്യവും നിറഞ്ഞവനായി വിശുദ്ധ തിരുവെടുത്ത് നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. പ്രൈസ് ഗോഡ്. എന്നാൽ ആത്മീയ വെളിപ്പാടും ദൈവസഭയുടെ നേതൃത്വ നിലയിലിരിക്കുന്ന നല്ലൊരു അരുമനായ ലീഡറായ പൗലോസിന് കിട്ടിയ വെളിപ്പാട്, സ്തോത്രം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും നിങ്ങളുടെ അകത്ത് കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? യോഹന്നാന് കിട്ടി, നമ്മുടെ ഇടയിൽ വന്നു പാർത്തു. പ്രൈസ് ഗോഡ്. എന്നാൽ പൗലോസിന് അടുത്ത തലം ഓപ്പൺ ആകുകയാണ്. നമ്മുടെ ഇടയിലല്ല പാർത്തത്, നമ്മുടെ അകത്താണ് പാർത്തത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവദാസന്മാരെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തിരിക്കുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. പ്രൈസ് ഗോഡ്. യോഹന്നാന് കിട്ടി, നമ്മുടെ ഇടയിലാണ് പാർത്തതെന്ന്. പ്രൈസ് ഗോഡ്. എന്നാൽ പൗലോസിന് കിട്ടി, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, മന്ദിരത്തിൻ്റെ അകത്താണ് ദൈവം വസിക്കുന്നത്. പ്രൈസ് ഗോഡ്. അകത്തു വസിക്കുന്ന ദൈവം നിങ്ങളുടെ അത്ഭുതങ്ങളെ കാണുവാൻ, നിങ്ങൾ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ, ദൈവമഹത്വത്തിലും ദൈവ സാന്നിധ്യത്തിന് കീഴിൽ ജീവിക്കാൻ, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ടെമ്പിളാണ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വചനം പറയുന്നു, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന് കിട്ടി, വചനം ജഡമായി തീർന്നു. പ്രൈസ് ഗോഡ്. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ അകത്ത് പൗലോസിന് ഒരു അടുത്ത തലം ഓപ്പൺ ആകുകയാണ്. ദൈവ സ്വരൂപത്തിലിരിക്കെ, സാക്ഷാൽ ദൈവമായിരിക്കെ, പിതാവിൻ്റെ മഹിമയിലിരിക്കെ, ഞാനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞ, ആമേൻ, അതേ കർത്താവ്, അതേ ദൈവം, അതേ രാജാവ്, ആമേൻ, ദൈവത്തോടുള്ള സമത്വം മുറുക്ക പിടിക്കാതെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ വചനം ഭൂമിയിലേക്ക് അയച്ച് എഴുതപ്പെട്ടതുപോലെ, പ്രൈസ് ഗോഡ്, പൗലോസിന് അടുത്ത തലം ഓപ്പൺ ആകുകയാണ്. ദൈവത്തോടുള്ള സമത്വം മുറുക്ക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, ആമേൻ, ഒരു ജഡ അവതാരമെടുത്ത് ഭൂമിയിലേക്ക് വരികയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മത്തായി എഴുതിയ
എഴുതിയ സുവിശേഷം 1-21 പറയുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു കന്യക ഗർഭിണിയാകും. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഉദരത്തിൻ്റെ അകത്തൊരു കുഞ്ഞു ഉരുവാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? മനുഷ്യനായി പിറക്കുവാൻ ജഡമായി തീർന്ന്, ഹല്ലേലൂയ, മാനവരാശിയുടെ അത്ഭുതങ്ങളിലേക്ക് അല്ലെങ്കിൽ സാന്നിധ്യത്തിലേക്ക് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ദൈവത്തിൻ്റെ അരുമനായ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്, ആമേൻ, സ്തോത്രം. വചനമായി തീർന്നത് ജഡമായി ജനിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് വരികയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഒരു അത്ഭുതം നിറവേറാൻ പോകുകയാണ്. നിങ്ങൾ സാധാരണ വ്യക്തിയല്ല, നിങ്ങളൊരു അസാധാരണ വ്യക്തിയാണ്. നിങ്ങളുടെ അകത്താണ് കർത്താവ് വസിക്കുന്നത്. നിങ്ങളുടെ അകത്താണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. നിങ്ങളുടെ അകത്താണ് പിതാവ് വസിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അത്ഭുതങ്ങളുടെ ഒരു നിറകുടം തന്നെയാണ്. അത്ഭുതങ്ങളുടെ ഒരു സൃഷ്ടിയാണ് നമ്മൾ. പ്രൈസ് ഗോഡ്. ആ സൃഷ്ടിക്കകത്ത് നിന്നും ഈ ഭൂമിയിലെ സൃഷ്ടികൾ ദൈവപുത്രന്മാരുടെ ആ വെളിപ്പാടിനെയും ദൈവപുത്രന്മാരുടെ അത്ഭുതങ്ങളെയും നോക്കിക്കാണുകയാണ്. നിങ്ങളിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളിരിക്കുന്ന ചർച്ച്, നിങ്ങളിരിക്കുന്ന കോമ്പൗണ്ട് അത്ഭുതങ്ങളുടെ ഒരു കോമ്പൗണ്ടായി യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്. പ്രൈസ് ഗോഡ്. എബ്രായ ലേഖനം 2-ാം അതിൻ്റെ 14-ാമത്തെ വചനം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആമേൻ ആകൊണ്ട് ഞാനും അവരെ പോലെ ആയി. പ്രൈസ് ഗോഡ്. പ്രിയരെ, നമ്മൾ ഓരോരുത്തരും ജഡരക്തങ്ങളോട് കൂടിയതാ. പ്രൈസ് ഗോഡ്. ആമേൻ. പിതാവായ ദൈവം പുത്രനായ യേശുവിനെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, പ്രൈസ് ഗോഡ്, പറയുകയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് എൻ്റെ പുത്രനായ യേശുവിനെ ഞാൻ അങ്ങനെ ആക്കി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ കർത്താവ് നമ്മുടെ അകത്ത് വസിക്കുകയാണ്. ആ കർത്താവ്, ഹല്ലേലൂയ, അത്ഭുതങ്ങളെ നമ്മുടെ ഇടയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത്ഭുതങ്ങളുടെ നിറവ് പരിശുദ്ധാത്മാവ് കൊതിക്കുകയാണ്. അത് നമ്മളിലൂടെ തന്നെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും ഓരോ മണിക്കൂറുകളും ദൈവത്തിൻ്റെ അത്ഭുതമാകുവാൻ പരിശുദ്ധാത്മാവ് കൊതിക്കുകയാണ്. നമ്മൾ വെറും സാധാരണ വ്യക്തികളല്ല, നമ്മൾ അസാധാരണ വ്യക്തികളാണ്. എങ്ങനെയാണ് അസാധാരണ വ്യക്തികളായത്? നമ്മളിൽ യേശു വസിക്കുന്നത് കൊണ്ടാണ്, നമ്മളിൽ പുത്രൻ വസിക്കുന്നത് കൊണ്ടാണ്, നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ടാണ്, നമ്മളിൽ പിതാവ് വസിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മിൽ നിന്നും അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ, അത്ഭുതങ്ങളെ ഉളവാക്കുവാനുള്ള കരുത്തും അഭിഷേകവും നമ്മിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്നു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. വേദനപ്പെടേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല, സൗഖ്യത്തിന് വേണ്ടി ഓടി നടക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു സൗഖ്യം തന്നെയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി ഓടി നടക്കേണ്ട, നിങ്ങളുടെ അകത്ത് തന്നെ സൗഖ്യം കിടപ്പുണ്ട്. നിങ്ങളുടെ അകത്ത് തന്നെ അത്ഭുതങ്ങൾ കിടപ്പുണ്ട്. നിങ്ങളുടെ അകത്ത് തന്നെ ശുശ്രൂഷ കിടപ്പുണ്ട്. നിങ്ങളുടെ അകത്ത് തന്നെ അത്ഭുതങ്ങൾ കിടപ്പുണ്ട്. നിങ്ങളുടെ അകത്ത് തന്നെ നിറവ് കിടപ്പുണ്ട്. നിങ്ങളുടെ അകത്ത് തന്നെ യാത്രകൾ കിടപ്പുണ്ട്. നിങ്ങളുടെ അകത്ത് തന്നെ ശുശ്രൂഷ കിടപ്പുണ്ട്. അതിനെ ഉളവാക്കുവാൻ തക്കവണ്ണമുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുക, മഹത്വത്തിൽ ജീവിക്കുക, സാന്നിധ്യത്തിൽ ജീവിക്കുക, യേശുവിൽ ജീവിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം 18 ഇങ്ങനെ പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. പ്രൈസ് ഗോഡ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കയ്യിലുള്ളവൻ നമ്മുടെ ഓരോരുത്തരുടെയും അകത്ത് ജീവിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, മരണത്തിൻ്റെയും ജീവന്റെയും അധികാരം നാവിൽ ഇരിക്കുന്നു.
വെളിപ്പാട് പുസ്തകം 1:18 പറയുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുള്ളവൻ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പറയുകയാണ്, ആ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഈ താക്കോൽ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നവൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അകത്ത് ജീവിക്കുന്നു. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ, യു ആർ എ ടെമ്പിൾ, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാകുന്നു, ദൈവത്തിന്റെ മന്ദിരമാകുന്നു. പ്രൈസ് ഗോഡ്. ഈ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശം പിടിച്ചുകൊണ്ട് ഒരുവൻ നമ്മുടെ അകത്തിരിക്കുകയാണ്. യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ നമ്മുടെ അകത്തുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ പിടിച്ചോ, അവൻ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും അധികാരമുള്ളവൻ നമ്മുടെ അകത്തിരിക്കുന്നിടത്തോളം കാലം അധികാരം നിനക്കുള്ളതാണ്. ഹല്ലേലൂയ. സൗഖ്യം നിനക്കുള്ളതാണ്, അത്ഭുതങ്ങൾ നിനക്കുള്ളതാണ്. ഹല്ലേലൂയ. ശുശ്രൂഷകൾ നിനക്കുള്ളതാണ്, പ്രവചനം നിനക്കുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അധികാരമുള്ളവൻ നിന്റെ അകത്തു വസിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളെ കണ്ട് ഓടേണ്ട കാര്യമില്ല, അത്ഭുതങ്ങളെ കണ്ട് അതിശയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ ഒരു അത്ഭുതമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ ഒരു അത്ഭുതമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പല പ്രവാചകന്മാരും എഴുതി, ഒരു ശിശു ജനിക്കും, പരിശുദ്ധാത്മാവിനാൽ അവൻ ഉരുവാകും, അവൻ ജനിക്കുന്നത് ഒരു കന്യകയിലാണ്. ഹല്ലേലൂയ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, ഇരുണ്ട യുഗം വന്നു, ദൈവവും മനുഷ്യനും കൂടിക്കാഴ്ച നടത്തുവാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു, പ്രവാചകന്മാരില്ലാത്ത സാഹചര്യങ്ങൾ വന്നു, ശുശ്രൂഷകന്മാരില്ലാത്ത സാഹചര്യങ്ങൾ വന്നു, രാജാക്കന്മാരില്ലാത്ത സാഹചര്യങ്ങൾ വന്നു. അതിന് പറയുന്ന പേരാണ് ഒരു ഇരുണ്ട യുഗമായിരുന്നു. ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു സമ്പർക്കമില്ലാത്തൊരു യുഗം. പ്രൈസ് ഗോഡ്. എന്നാൽ യുഗം കഴിഞ്ഞിട്ട് ഒരു വെളിച്ചത്തിൻ്റെ യുഗം വരികയാണ്. ആമേൻ. ഒരു ജീവന്റെ യുഗം വരികയാണ്, ഒരു പരിശുദ്ധാത്മാവിൻ്റെ യുഗം വരികയാണ്. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെടേണ്ട ഒരു ജനറേഷന്റെ യുഗം വരികയാണ്. ആമേൻ. അത് കന്യകയിൽ പരിശുദ്ധാത്മാവിനാൽ ഉളവായി മാറി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൂതൻ വന്ന് പലപ്പോഴും ഇടപെട്ടുകൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ, ആമേൻ. മറിയെ ഒഴിവാക്കാൻ യോസഫ് പലപ്പോഴുമായി ആലോചിച്ചെങ്കിലും, ഹല്ലേലൂയ, ആലോചനയിൽ വീണുപോകാതെ അവനെ മുറുക്കെ പിടിച്ചത് സ്വർഗീയ ദൂതനായിരുന്നു. ഇന്ന് രാത്രിയിൽ കേട്ടോ, നീ തകർച്ചയിലാണോ, നീ ഉടഞ്ഞിരിക്കുകയാണോ, നീ വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ, ഹല്ലേലൂയ, നീ കരയുകയാണോ, ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുകയാണോ, തലമുറയോർത്ത് നീ പ്രാർത്ഥിക്കുകയാണോ, നിന്നെ വീഴ്ത്തി കളയുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല, നിന്നെ ഉടച്ചു കളയുവാൻ കർത്താവ് അനുവദിക്കത്തില്ല, നിന്നെ കരയിപ്പിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ദൂതന്മാരുടെ വിസിറ്റിങ്ങും, പ്രൈസ് ഗോഡ്, ദൈവിക ദർശനത്തിന്റെ കാഴ്ചപ്പാടും, സ്വർഗീയ മഹിമയുടെ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവ് ആ തലത്തിൽ തന്നെ നിനക്ക് വേണ്ടി തുറക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. മറിയെ ഗൂഢമായി മാറ്റുവാൻ, ഗൂഢമായി ഹല്ലേലൂയ മാറ്റിക്കളയുവാൻ അവൻ്റെ ഹൃദയത്തിൽ അവൻ ചിന്തിച്ച മാത്രയിൽ അവൻ്റെ റൂമിൽ, അവനിരിക്കുന്ന വീട്ടിൽ, അവനിരിക്കുന്ന കൂടാരത്തിൽ ദൂതനിറങ്ങിയിട്ട് പറയുകയാണ്, യോസഫേ നീ ശങ്കിക്കേണ്ട, യോസഫേ നീ സംശയിക്കേണ്ട, മറിയുടെ ഉദരത്തിൻ്റെ അകത്ത് ഉരുവായ കുഞ്ഞ് പരിശുദ്ധാത്മാവിലാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. അവൻ വിശുദ്ധ പ്രജയാണ്, അവൻ്റെ മീതെ ഒരു ആധിപത്യമുണ്ട്. പ്രൈസ് ഗോഡ്. ആമേൻ. ആധിപത്യമുള്ളവൻ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുള്ളവൻ നമ്മുടെ അകത്തിരിക്കുന്നിടത്തോളം കാലം എന്നെ കേൾക്കുന്ന ദൈവദാസനെ, നീ ഉടഞ്ഞു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല, നീ വീണു പോകത്തില്ല, നീ സങ്കടപ്പെടത്തില്ല. എൻ്റെ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. കാരണം നീ ഒരു അത്ഭുതമാണ്. പ്രൈസ് ഗോഡ്. നീ ഒരു അത്ഭുതമാണ്, നിന്റെ തലമുറ ഒരു അത്ഭുതമാണ്, നിന്റെ ജോലി ഒരു അത്ഭുതമാണ്. പ്രൈസ് ഗോഡ്. നിന്റെ യാത്രകൾ ഒരു അത്ഭുതമാണ്. ഇന്നത്തെയും ഈ നിമിഷത്തെയും സാഹചര്യങ്ങൾ ഓർത്ത് എന്നെ ആരുമില്ലല്ലോ സപ്പോർട്ട് ചെയ്യാൻ, എനിക്ക് കൈത്താങ്ങൾ തരുവാൻ ആരുമില്ലല്ലോ എന്ന് ഓർത്തിരിക്കേണ്ട. നിനക്ക് വേണ്ടി ചലിക്കാൻ ഭാഗത്തിന് സ്വർഗം റെഡിയായിട്ടിരിക്കുകയാണ്.
യോസഫിന് ആ നിമിഷം അവനെ സങ്കടപ്പെടുത്തുന്ന സാഹചര്യം മറിയെ നിഗൂഢമായി മാറ്റിക്കളയുവാൻ യോസഫ് ഹൃദയത്തിൻ്റെ അകത്ത് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോസഫിൻ്റെ തോളിൽ തട്ടി സങ്കടപ്പെടേണ്ട കാര്യമില്ലെന്ന് പറയാൻ ഒരു പ്രവാചകനെയും കിട്ടിയില്ല. ഹല്ലേലൂയ. ഒരു ദർശകനെയും കിട്ടിയില്ല, ഒരു ശുശ്രൂഷകനെയും കിട്ടിയില്ല. അവൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗം അവന് വേണ്ടി തുറന്നു. നിന്നെ സന്തോഷിപ്പിക്കാൻ ആരുമില്ലായിരിക്കാം, നിന്നെ കൈത്താങ്ങുവാൻ ആരുമില്ലായിരിക്കാം. ആമേൻ. ഒരു നേരത്തെ ഹല്ലേലൂയ ഭക്ഷണം തന്ന് നിന്റെ തലമുറയെ നന്നായി പഠിക്കുന്നുണ്ടെന്ന് പറയാൻ പോലും നിനക്ക് വേണ്ടി ആരുമില്ലായിരിക്കാം. എന്നാൽ കേട്ടോ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൂതനുണ്ട്, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവപുത്രനുണ്ട്, നിനക്ക് വേണ്ടി ചലിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു പിതാവുണ്ട്. ആ പിതാവിനോട് പ്രാർത്ഥിച്ചോ, നീ ഒരു അത്ഭുതമായി മാറും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ വിലപ്പെട്ട ദാസന്മാർ വേദനയോടെ ആയിരിക്കാം, ഭാരത്തോടെ ആയിരിക്കാം, ഭയങ്കര ക്രൈസിസിലൂടെ ആയിരിക്കാം, സാമ്പത്തികമായി ഞെരുക്കത്തിലൂടെ ആയിരിക്കാം, ശുശ്രൂഷയിൽ കൈത്താങ്ങുവാൻ ആരുമില്ല എന്ന ഭാരത്തോടെ ആയിരിക്കാം, ചിലപ്പോൾ റെന്റ് വീട്ടിലായിരിക്കാം. കർത്താവേ, ഇവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർക്ക് വേണ്ടി ദൈവം ഇന്ന് രാത്രി ചില ദൂതന്മാരെ ഹല്ലേലൂയ ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാരെ, ദൈവം ആക്കി വെച്ച ദൈവിക പദ്ധതിക്കകത്ത് പരിശുദ്ധാത്മാവേ ഇവരെ നീ മാനിക്കണം. ഇവരെ കണ്ണുനീരിനെ ദൈവം ഒപ്പണം. ഇവരെ വേദനകളെ പരിശുദ്ധാത്മാവെ എടുത്തു മാറ്റണം. ഞാനൊരു അത്ഭുതമാണെന്ന് പറയത്തക്ക നിലയിൽ ഇന്നത്തെ രാത്രി ഇവർക്ക് മറക്കാൻ പറ്റാത്ത അത്ഭുതങ്ങളുടെ രാത്രിയാകണമെന്ന് അങ്ങയുടെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവേ, സ്റ്റാൻലി ടി ചാക്കോ, സുരേഷ് ടി, കർത്താവേ, ഞങ്ങളുടെ ദാസന്മാരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ലൈവിൽ ആരൊക്കെ കാണുന്നു അവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ജോയൽ എം സാബു, ഷാജി പൗലോസ്, കർത്താവേ, ഞങ്ങളുടെ ദാസന്മാരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ബാബാസ്കോ പള്ളി, യേശുവേ, ഞങ്ങളുടെ ദാസന്മാരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ലൈഫ് ഒരു അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2025 ഓരോ ദിവസവും ഇവരുടെ ലൈഫിൻ്റെ അകത്ത് മറക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ഉണ്ടാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് അങ്ങേക്ക് നന്ദിയപ്പ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമഹത്വത്തിൻ്റെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും ദൈവിക അത്ഭുതങ്ങളെ നിറവിലേക്ക് പരിശുദ്ധാത്മാവ് നിരന്തരം നിങ്ങളെ ഉണർത്തട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.